ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ്മോനു വ്ളോഗ്. പച്ചക്കറികളൊന്നും കയ്യിലില്ല എന്ന് കരുതിയിട്ട് സാമ്പാർ വെക്കാൻ ആരും മടിയൊന്നും കാണിക്കണ്ട എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കഷ്ണങ്ങളൊന്നും ചേർക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെ പ്രപഞ്ചങ്ങൾക്കെന്നും നീനാദരേ ആകെയും കാരുണ്യം നൽകും. സാമ്പാർ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് കഴുകിയെടുത്ത പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പരിപ്പ് വെന്ത് കിട്ടുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കായംപൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് 5 വിസിൽ അടിച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പരിപ്പൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചട്ടി എടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില, കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലയും 2 പച്ചമുളകും 2 വറ്റൽമുളകും കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മുളകും വേപ്പിലയും മൂത്ത് വരുന്ന സമയത്ത് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. സവാള കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇതളുകളായിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ സവാള നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം സാമ്പാർ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായംപൊടി, ഇതൊക്കെ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. തീ കുറച്ചിട്ടിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം ഒന്ന് തിളച്ച് വരേണ്ടതായിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഇവിടെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പരിപ്പ് വേവിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ ടൈമിൽ ഉപ്പ് നോക്കുക. എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സാമ്പാറാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ പരിപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ യോജിപ്പിച്ചെടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ദോശയുടെയും ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ്. ഇതുപോലെ സാമ്പാർ തയ്യാറാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കറികളുടെ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.